ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐവിൽ നോക്കിയിട്ട് ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് നോയ് ഓമിനോട് ഇങ്ങനെ പറയുന്നത് വരെയാണ്, ഞാൻ എന്തായാലും ഈ തവണ നല്ല ഗ്രേഡ് വാങ്ങുമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഓം പറയുന്നു, നമുക്ക് എന്തായാലും കണ്ടറിയാമെന്ന്. അങ്ങനെ നോയി ആണെങ്കിൽ പോയി മാർക്ക് ലിസ്റ്റ് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല, അവൻ എല്ലാ വിഷയത്തിനും തോറ്റു പോകുന്നുണ്ട്. അതിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ അവൻ ആ മാർക്ക് ലിസ്റ്റോടെ എടുത്ത് കീറിക്കൊണ്ട് വീട്ടിൽ പോകുന്നു. വീട്ടിലേക്ക് ചെന്നതിന് ശേഷം അവന് നല്ല വിഷമമുണ്ട്. അങ്ങനെ അവൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തീ അവനെ വിളിക്കുന്നുണ്ട്. ആദ്യമൊന്നും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, പിന്നെ അവൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. തീയാണെങ്കിൽ ഫോൺ കോൾ അവൻ അറ്റൻഡ് ചെയ്ത് ഉടനെ ചോദിക്കുന്നത് നിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നാണ്. അപ്പോൾ അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, കാരണം അവൻ എല്ലാത്തിനും തോറ്റുപോയല്ലോ. നോയി ഒന്നും പറയാതിരിക്കുന്നത് കൊണ്ട് തീ ചോദിക്കുന്നു, പിന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോകണ്ടേന്ന്. അപ്പോൾ അവൻ പറയുന്നു, എങ്ങനെ പോകാനാണ്, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റില്ലേ, നിനക്ക് ഞാൻ പ്രോമിസ് ചെയ്തതല്ലായിരുന്ന, അത് പറ്റിയില്ലല്ലോ, പിന്നെ നമ്മൾ എങ്ങനെ പോകുമെന്ന്. അപ്പോൾ അവൻ പറയും, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അമ്പലത്തിലേക്ക് പോകാമെന്ന്. ഇവരൊരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തില്ല, അത് മറ്റെവിടേക്കും അല്ല, അമ്പലത്തിലേക്ക് പോകാനാണ്. നമ്മുടെ എവിടെയൊക്കെ അമ്പലത്തിൽ മേള നടത്തൂലേ, അതുപോലെ അവരെവിടെയും എന്തോ മേള പോലത്തെ ഒരു സംഭവം, അതിലേക്ക് പോകാനായിട്ടാണ് അവർ ഇരിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് അവർ അമ്പലത്തിലേക്ക് പോയതുപോലെയാണ്. അവിടെ ചെന്നിട്ട് അവർ മേളയ്ക്കകത്ത് കയറിയിട്ട് പറ്റുന്ന പോലെ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. അതിലെന്തോ ഒരു കയറ് പോലത്തെ സംഭവം വലിച്ചുവിടാനുള്ള ആ ഗെയിമും കളിക്കുന്നുണ്ട്. ഈ സാധനത്തിൻ്റെ പേരെനിക്ക് അറിയത്തില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത് കളിക്കുന്ന സമയത്ത് തീക്കാണെങ്കിൽ അത് കളിക്കാനായിട്ട് അറിയത്തില്ല. അപ്പോൾ നോയ് അവനെ സഹായിക്കുന്നുണ്ട്. നോയ് അത് കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കടക്കാരനോട് പറയാണ്, ഞാൻ ഈ ഗെയിമിൽ വിൻ ചെയ്യണമെങ്കിൽ ആ പാവ ഇവന് പ്രൈസ് ആയിട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ ആ കടക്കാരോ ഓക്കെയൊക്കെ പറയുന്നുണ്ട്. നോയ് പറഞ്ഞതുപോലെ തന്നെ ആ ഗെയിമിൽ വിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ആ പാവ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നു. അവിടുന്ന് ഗെയിമൊക്കെ കളിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് നോയ് ചോദിക്കുന്നു, ഇനി നമുക്ക് പോയൊരു സിനിമ കണ്ടാലോ എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ സിനിമ കാണാനായിട്ട് പോകുന്നത് ഒരു പഴയ സിനിമ കാണാനായിട്ടാണ്. പഴയ സിനിമയാണെന്ന് കാണുന്ന സമയത്ത് തീ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇങ്ങനത്തെ സിനിമകളെല്ലാം ഇഷ്ടമാണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണിത്, ഞാൻ ഒരുപാട് തവണ ഇത് കണ്ടിട്ടുമുണ്ടെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് അവൻ ചോദിക്കുന്നു, നീ ഒരുപാട് തവണ ഇത് കണ്ടിട്ടുണ്ടോ എന്ന്. അതിനുശേഷം രണ്ടുപേരും ബാക്കി സിനിമ കാണുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തീയാണെങ്കിൽ കരച്ചിൽ തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടിട്ട് നോയ് ചോദിക്കുന്നു, നീ ഇത്രയ്ക്ക് നിഷ്കളങ്കനായിരുന്നോ എന്ന്. പിന്നെ രണ്ടുപേരും സിനിമയ്ക്കൊക്കെ ശേഷം പുറത്തിറങ്ങി നടക്കുകയാണ്. അപ്പം നോയ് ആണെങ്കിൽ ആ സിനിമ കണ്ടത് വെച്ചിട്ട് അവൻ്റെ അടുത്ത് പറയാണ്, ആ സിനിമയിലെ പോലെ ആകില്ല നമ്മുടെ ലൈഫ്, കാരണം നീ എവിടെ പോയാലും നിന്നെ അന്വേഷിച്ച് എന്തായാലും വരും, ഞാൻ അങ്ങനെ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ലെന്ന്. എന്നിട്ട് അവൻ പിങ്കി പ്രോമിസൊക്കെ ചെയ്യാണ്. ആ സമയത്ത് തീ അവനോട് പറയാണ്, എനിക്ക് നീ ഒരു പ്രോമിസ് ചെയ്തു തരണം, മറ്റൊന്നുമല്ല, നീ ഇനി മുതൽ ഫൈറ്റ് ചെയ്യാനൊന്നും പോകില്ലെന്നും, അതുപോലെ നിൻ്റെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുമെന്നും, അതുപോലെ നിൻ്റെ അമ്മയുടെ കാര്യങ്ങളും അനിയത്തിയുടെയും അതുപോലെ എൻ്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുമെന്ന് നീ പ്രോമിസ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഈ അടിയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് നോയ്ക്കാണെങ്കിൽ പ്രോമിസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ ആ സമയത്ത് ഓം വന്നിട്ട് ഒരു ഫൈറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ബാസും അവൻ്റെ ടീമുമായിട്ടുള്ള അടിയുടെ കാര്യമാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇതൊന്നും കേട്ടിട്ട് നോയ് ഒന്നും മിണ്ടുന്നില്ല. ഓമാണെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അതിനുശേഷം നോയ് എന്തോ കാര്യം തീരെടുത്ത് പറയാനായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് തീയുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. തീരെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫായും വന്നിട്ടുണ്ട്. ഫായു ആണെങ്കിൽ നല്ല ദേഷ്യത്തോടെയാണ് ഇവർ നിൽക്കുന്നത് നോക്കുന്നത്. അതിനുശേഷം ഫായു പറയുന്നുണ്ട്, നമുക്കൊരു ഗെയിം കളിക്കാം, അതിലാരാണോ വിൻ ചെയ്യുന്നത് ആ ആൾ തീരൊപ്പം ഒരു റൈഡിൽ കയറാമെന്ന്. അത് കേട്ടിട്ട് നോയ് ഓക്കെ പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഗെയിം കളിക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ഗെയിം ഗൺ ഷൂട്ടിംഗ് ആണ്. അവിടെ വെച്ചിരിക്കുന്ന പാവകളിൽ 7 എണ്ണം ഷൂട്ട് ചെയ്തിടണം. അങ്ങനെ ആദ്യം കളിക്കുന്നത് ഫായു ആണ്. ഫായു 6 എണ്ണമേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ നോയ് ആണെങ്കിൽ നല്ല കോൺഫിഡൻറ്റോടെ 7 എണ്ണം ഷൂട്ട് ചെയ്തിടുന്നു. അങ്ങനെ നോയാണ് ആ ഗെയിമിൽ വിൻ ചെയ്യുന്നത്. ഫായു പറഞ്ഞതനുസരിച്ച് ജയിച്ചത് നോയ് ആയതുകൊണ്ട് നോയും തീയും കൂടെ ഒരു റൈഡിലേക്ക് കയറുകയാണ്. റൈഡിനകത്തേക്ക് കയറിയതിന് ശേഷം നോയ് തീക്കൊരു ചെയിൻ കൊടുക്കുന്നുണ്ട്. ആ ചെയിൻ എന്നിട്ട് അവൻ തന്നെ അവൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുന്നുമുണ്ട്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, അവരെ വാത്പൂ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്തത് കൊണ്ടാണ് ആ ചെയിൻ അവന് കൊടുക്കുന്നതെന്ന്. നോയ് ഇട്ട് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മാരേജ് പോലെയാണ് തോന്നുന്നത്. അതിനുശേഷം അവനെ പ്രപ്പോസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ടാണെങ്കിൽ പെട്ടെന്ന് തീയാണെങ്കിൽ ഷോക്കായി പോകുന്നുണ്ട്.
അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് തീ നോയോട് താങ്ക്സ് പറയുന്നുണ്ട്, കാരണം അവനെ ഇവിടെ കൊണ്ടുവന്നില്ലേ അതിനായിട്ട്. അപ്പം നോയാണെങ്കിൽ തീരെടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ ദിവസം നീ എനിക്ക് എത്ര മാർക്ക് തരുമെന്ന് 10-ൽ. അങ്ങനെ തീ ആലോചിച്ചിട്ട് പറയുന്നു ഒരു 9 തരാമെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, അതെന്താ നീ 1 മാർക്ക് കട്ട് ചെയ്തേന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ നീ ആ സിനിമ കൊണ്ടുപോയി കാണിച്ചപ്പോൾ കുറച്ച് സങ്കടമായതുപോലെ തോന്നി, അതുകൊണ്ട് 1 മാർക്ക് കുറച്ചതാണെന്ന്. ഇവർ സംസാരിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകാനായിട്ട് ബൈക്ക് കയറിയാണ്. ഈ സമയത്ത് തീയെ നോഹി വിളിക്കുന്നുണ്ട്. അവൻ കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ഷോക്ക് ആകുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നോയും തീയും കൂടെ നോയുടെ വീട്ടിലെത്തിയതുപോലെയാണ്. വീടിനകത്തേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവർ പെട്ടെന്ന് എന്തിനാണ് വീട്ടിലേക്ക് വന്നതെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, നോയുടെ വീട്ടിൽ ബാസു അവൻ്റെ ഗ്യാങ്ങും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് അവന് നല്ല ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ ബാസിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, നീ വഴക്കിനായിട്ട് വന്നതാണെങ്കിൽ പുറത്തേക്ക് പോ, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അത് കേട്ടിട്ട് ബാസാണെങ്കിൽ ശരി എന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് പോയ അവനാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വന്ന് നോയിനെ അടിക്കുന്നുണ്ട്. നോയ്ക്കും ദേഷ്യം വന്ന് തിരിച്ചവനെ അടിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഒരു അടിയാകുമെന്ന് ടിമ്മാൻറ്റിക്ക് മനസ്സിലായി. ടിമ്മാൻറ്റി അവരെ പിടിച്ചു മാറ്റാനായിട്ട് പോകുന്നു. പക്ഷേ ആ സമയത്ത് ബാസ് ആണെങ്കിൽ ടിമ്മാൻറ്റിയെ പിടിച്ച് തറയിലേക്ക് തള്ളിയിടുന്നു. ടിമ്മാൻറ്റിയെ പിടിച്ച് തള്ളിയിട്ടതിൻ്റെ ദേഷ്യത്തിൽ നോയ് ആണെങ്കിൽ അവന്മാരെ ഒരുപാട് അടിക്കുന്നുണ്ട് വീണ്ടും. അതിനുശേഷം അടി വീണ്ടും കൂടുന്നത് കണ്ടിട്ട് നോഹി അവനെ പോയി പിടിച്ചു മാറ്റാനായിട്ട് പോകുന്നു. ഈ സമയത്ത് ആ ബാസിൻ്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ നോഹീനെ പിടിച്ച് തറയിലേക്ക് തള്ളിയിടുന്നു. അതൊക്കെ കണ്ടിട്ട് തീക്ക് നല്ല പേടിയാകുന്നുണ്ട്. നോയ്ക്കാണെങ്കിൽ വീണ്ടും വീണ്ടും ദേഷ്യം കൂടി വരെയാണ്. നോയ് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയാണെങ്കിൽ മറ്റൊരു ഇൻസിഡൻ്റാണ് ഓർക്കുന്നത്. അമ്മയുടെ ബർത്ത്ഡേ അന്ന് ഇവർ 2 പേരും ഓരോ പ്രോമിസായിട്ട് അമ്മയ്ക്ക് കൊടുത്തിരുന്നു. അതിൽ നോയ് കൊടുത്ത പ്രോമിസ് ഇതാണ്, അവനിനി ഫൈറ്റ് ചെയ്യാനൊന്നും പോകില്ല, കാരണം അവൻ്റെ അച്ഛന് പകരമായിട്ട് അവരെ നോക്കേണ്ടത് അവനാണെന്ന് അവനെ അറിയാം, അതുകൊണ്ട് അവൻ ഇനി ഫൈറ്റിനൊന്നും പോകില്ലെന്ന് അമ്മയ്ക്ക് പ്രോമിസ് കൊടുത്തതാണ്. പക്ഷെ അവനിപ്പോൾ ആ പ്രോമിസ് തെറ്റിച്ചിട്ടാണ് അവരെ കൂടെ പോയി ഫൈറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്കാണെങ്കിൽ നല്ല സങ്കടമാകുന്നുണ്ട്. നോയ് ആണെങ്കിൽ അവിടെ ഫൈറ്റ് ചെയ്ത് അവസാനം തളരുന്നുണ്ട്, കാരണം അവ ഒറ്റയ്ക്കേ ഉള്ളു, ഇവർ ഇത്രയും പേരുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ അവനെ അടിച്ചു കൂട്ടി അവസാനം ബാസ് ഒരു കത്തി എടുക്കുകയാണ് നോയിനെ കുത്താനായിട്ട്. ഇത് കണ്ടുടനെ ടിമ്മാൻറ്റി ആണെങ്കിൽ അവിടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അങ്ങനെ കുത്ത് കിട്ടുന്നത് ടിമ്മാൻറ്റിക്കാണ്. ഇവന്മാർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം അറിയാതെ ആയാൽ പോലും നോയ്ക്ക് പകരം ഇവരെയല്ലേ കുത്തിയത്. അതുകൊണ്ട് അവന്മാർ അവിടുന്ന് പെട്ടെന്ന് ഓടുന്നുണ്ട്. അവർ പോയതിന് ശേഷം ഇവർ 3 പേരും കൂടെ ടിമ്മാൻറ്റിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷവും ടിമ്മാൻറ്റി നോയോട് മിണ്ടുന്നില്ല. എന്നിട്ട് തീയോട് പറയണം, മോൻ കുറേ നേരം ആയില്ലേ വന്നിട്ട്, ഇനിയിപ്പോൾ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന്. അങ്ങനെ തീ പുറത്തേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നോയും കൂടെ ചെല്ലുന്നത് കണ്ടിട്ട് അവൻ പറയുന്നു, നീ എൻ്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം, എന്തായാലും ഞാൻ ഇന്ന് ആ വെള്ളത്തിലൊന്നും വീഴില്ലെന്ന്. എന്നിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അതും നോയി കൊടുത്ത പാവ എടുക്കാതെയാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അവർ ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് നോയോട് അമ്മ മിണ്ടുന്നതേ ഇല്ല. അവന് ഓരോ കറിയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്ന സമയത്ത് അമ്മ അതെടുത്ത് നീക്കി എറിയുന്നുണ്ട്. അതേപോലെ അവൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. ടിമ്മാൻറ്റി ആണെങ്കിൽ അവനോട് സംസാരിക്കാതിരിക്കുന്നത് മാത്രമല്ല കരയുന്നുമുണ്ട്. ഇത് കണ്ടിട്ട് അവൻ പറയുന്നു, അമ്മ കരയല്ലേ, സോറി, ഞാനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതിന് ഞാൻ സോറി ചോദിക്കുന്നു എന്ന്. അപ്പോഴാണ് ടിമ്മാൻറ്റി ഓർക്കുന്നതായിട്ട് കാണിക്കുന്നത്. പണ്ടേ നോയ് ഓരോ ചെറിയ അടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അമ്മ വിചാരിച്ചിരുന്നത് ചെറിയ പ്രായമല്ലേ, അപ്പം ചെറുതായിട്ടുണ്ടാക്കുന്ന ഫൈറ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ അവൻ ഒരു ദിവസം മാർക്കറ്റിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ടാക്കുന്ന സമയത്താണ് ടിമ്മാൻറ്റിക്ക് മനസ്സിലാകുന്നത് അവൻ സാധാരണ ഒരു ഫൈറ്റല്ല ചെയ്യുന്നത്, അവൻ പതിയെ ഒരു റൗഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതുമാത്രമല്ല അവൻ ആരോടും റെസ്പെക്റ്റ് കാണിക്കാറേ ഇല്ല. സ്വന്തം അമ്മയോട് പോലും റെസ്പെക്റ്റ് ഇല്ലാതെയാണ് അവൻ സംസാരിക്കുന്നത്. ഒരു ട്യൂഷൻ സാറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1-2 ദിവസത്തിന് ശേഷം പിന്നെ അവരെന്തായാലും വരില്ല, കാരണം അവൻ അങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്. അതുമാത്രമല്ല അവൻ എവിടെയെങ്കിലും ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് പിറ്റേന്ന് വന്ന ഉടനെ ഞാൻ വന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകും. അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമായിരുന്നു ഈ നോയ്ക്ക് നേരത്തെ ഉള്ളത്. അമ്മയ്ക്കാണെങ്കിൽ ഇവൻ ഇതെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ നല്ല വിഷമം ഉണ്ടാകാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അച്ഛൻ മരിച്ചു പോയതിന് ശേഷവും ഇവരെ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ അവർ വളർത്തുന്നത്.
അമ്മ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോയ് അമ്മയോട് പറയാണ്, എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യല്ലേ അമ്മ വേണമെങ്കിൽ എന്നെ അടിച്ചോ എന്നും പറഞ്ഞ് അമ്മയുടെ കൈ പിടിച്ച് അവൻ്റെ കവിളിൽ അടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്കാണെങ്കിൽ വിഷമം സഹിക്കാൻ വയ്യാതെ അവനോട് അവസാനം ക്ഷമിക്കുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് നോഹിയും കരയുന്നുണ്ട്. അങ്ങനെ 3 പേര് ഒരുപാട് നേരം നിന്ന് കരഞ്ഞ് അവരെ വിഷമമൊക്കെ തീർക്കുകയാണ്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായെങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.